യഥോധർമ്മ സ്തതോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്നു വരുന്ന ആത്മീയ ജ്ഞാന പരമ്പരയിൽ മഹാഭാരത കഥയാണല്ലോ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് മഹാഭാരത കഥയിൽ ഞാൻ പ്രധാനമായും പറഞ്ഞു നിർത്തിയത് ഹസ്തിനപുരിക്ക് ധനവർദ്ധനവും പ്രശസ്തിയും രാജവിസ്തീർണം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഹസ്തിനപുരിയുടെ യശസ്സിനെ വളരെയധികം ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പാണ്ഡവർ ചെയ്തുകൊണ്ടിരുന്നതെങ്കിലും ഇവ കണ്ട് പൂർണ്ണമായും സംതൃപ്തനാകാൻ കഴിയാത്ത ധൃതരാഷ്ട്ര മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ മനസ്സ് രാഷ്ട്രപ്രശസ്തിയോടൊപ്പം പാണ്ഡവരുടെ പ്രശസ്തിയും വർദ്ധിക്കുന്നത് അദ്ദേഹത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ കൗരവന്മാർ രാജ്യത്തിൽ പൊതുജനങ്ങളുടെ ഇടയിൽ പ്രശസ്തി ഇല്ലാത്തവരായി തീരുന്നു എന്ന ദുഃഖമാണ് അദ്ദേഹത്തെ ഈ രീതിയിൽ ആലോചനപ്പെടുത്താനുണ്ടായ കാരണം. അദ്ദേഹം തൻ്റെ മനോവ്യഥയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതിലേക്ക് വേണ്ടി തൻ്റെ മന്ത്രിമാരിൽ കുശാഗ്ര ബുദ്ധിയായ ഒരുവനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് തൻ്റെ മനോവ്യഥകളെല്ലാം അറിയിക്കുകയും ആ മന്ത്രിയായ കങ്കൻ ഒരു രാജാവ് എപ്രകാരം ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് ചതുരുപായങ്ങളടക്കമുള്ള കാര്യങ്ങൾ ധൃതരാഷ്ട്രർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. ധൃതരാഷ്ട്ര മഹാരാജാവ് എപ്രകാരം അസ്വസ്ഥനായിരുന്നോ അതിനേക്കാൾ വളരെയധികം അസ്വസ്ഥനായിരിക്കുകയായിരുന്നു മൂത്തപുത്രനായ ദുര്യോധനൻ. അതിനും കാരണം മറ്റൊന്നുമായിരുന്നില്ല, പ്രജകൾക്ക് പാണ്ഡവരോട് ഉള്ള സ്നേഹവും പ്രജകളും പൗരപ്രമാണിമാരും യുവരാജാവായ യുധിഷ്ഠിരനെ എത്രയും പെട്ടെന്ന് രാജാവായി അഭിഷേകം നടത്തണം എന്ന ആഗ്രഹം പല ഭാഗത്തും പ്രകടിപ്പിക്കുന്നത് അറിഞ്ഞ ദുര്യോധനൻ ഏതെങ്കിലും വിധേന പാണ്ഡവരെ ഇവിടെ നിന്ന് ഒഴിവാക്കിയല്ലാതെ നമുക്കിവിടെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കുകയും മാത്രവുമല്ല ഭീമൻ്റെ അമിതമായ ബലവും അർജുനൻ്റെ ദിവ്യമായ അസ്ത്രാഭ്യാസങ്ങളും ദുര്യോധനെയും കൂട്ടാളികളെയും വളരെയധികം അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ദുര്യോധനൻ തൻ്റെ അനുജനായ ദുശാസനോടും അമ്മാവനായ ശകുനിയോടും പ്രിയ സുഹൃത്തായ കർണനോടും ഒക്കെ ആരാഞ്ഞപ്പോൾ അവരുടെയും അഭിപ്രായം ദുര്യോധനുണ്ടായ അഭിപ്രായം തന്നെയാണ്. ഏത് വിധേനയും പാണ്ഡവരെ ഹസ്തിനപുരിയിൽ നിന്ന് അകറ്റുക, ശേഷം നമുക്ക് പ്രശസ്തി ഉണ്ടാക്കാൻ കഴിയൂ എന്ന് ദുര്യോധനൻ അറിയിക്കുകയും ഇതെല്ലാം മനസ്സിലിരുത്തി ഒരു ദിവസം ദുര്യോധനൻ ധൃതരാഷ്ട്ര മഹാരാജാവിനെ സ്വപിതാവിനെ കാണുന്നതിലേക്ക് വരികയും പിതാവിൻ്റെ മുന്നിലെത്തിയ ദുര്യോധനൻ, അല്ലയോ പിതാവേ, അങ്ങ് അറിയുന്നുണ്ടോ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം? പ്രമുഖരെല്ലാം എത്രയും പെട്ടെന്ന് യുധിഷ്ഠിരനെ രാജാവായി അഭിഷേകം നടത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഭരിച്ചിരുന്ന ഈ രാജ്യം പാണ്ഡവർക്ക് അവകാശപ്പെട്ടതാണെന്നും അതുപ്രകാരം പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരനെ രാജാവാക്കണമെന്നും ഒക്കെയാണ് അവരുടെ അഭിപ്രായം. അപ്രകാരം സംഭവിക്കുകയാണെങ്കിൽ യുധിഷ്ഠിരൻ രാജാവായി കഴിഞ്ഞ് ശേഷം യുധിഷ്ഠിര പുത്രനും ആ പരമ്പരകളും രാജാവായി പോകുമ്പോൾ നമ്മൾ എന്നും അവരുടെ അടിമകളായി കഴിയേണ്ടി വരില്ലേ? അച്ഛൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ? എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പിതാവ് ശ്രമിക്കുന്നില്ലേ എന്ന് ദുര്യോധനൻ ആരാഞ്ഞപ്പോൾ, പുത്ര, ഞാനും വളരെയധികം വ്യസനത്തിലാണ്, എങ്കിലും
എൻ്റെ പ്രിയ അനുജനായ പാണ്ഡു എന്നും എൻ്റെ ഇംഗിതത്തിനനുസരിച്ചായിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രനായ യുധിഷ്ഠിരൻ വളരെ ധർമ്മിഷ്ഠനാണ് എന്ന് പ്രശസ്തി ആർജിച്ചവനുമാണ്. അവനെ ഒഴിവാക്കി രാജഭാരം നൽകാതിരുന്നാൽ പ്രജകളും സജ്ജനങ്ങളെല്ലാം നമുക്കെതിരാവുകയില്ലേ? മാത്രവുമല്ല, പാണ്ഡു നിയമിച്ചവരാണ് നമുക്കുള്ള അമാത്യന്മാരിൽ മുഖ്യപേരും. അതുമാത്രവുമല്ല, ഇന്ന് നമുക്ക് നിലനിൽക്കുന്ന സൈന്യങ്ങളെയെല്ലാം പാണ്ഡു രൂപപ്പെടുത്തിയതാണ്. ആ സൈന്യങ്ങളും അമാത്യന്മാരും പാണ്ഡവരെ നാം ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നമുക്കെതിരെ തിരിയും എന്ന ഭയത്താലാണ് ഞാൻ വെറുതെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനൻ പിതാവിനോട് പറഞ്ഞു, അല്ലയോ പിതാവേ, അതിനൊക്കെ ഞാൻ പരിഹാരം കണ്ടെത്താം. ഇന്നും ഖജനാവിൻ്റെ താക്കോൽ എന്നോട് കയ്യിലാണ്. ഞാൻ അവരെയൊക്കെ ധനം കൊടുത്ത് നമ്മുടെ വശത്തെത്തിക്കാം. ഇപ്പോൾ തന്നെ ചില അമാത്യന്മാർ എൻ്റെ പക്ഷത്ത് ആയിക്കഴിഞ്ഞു. അങ്ങനെ പൗരപ്രമാണിമാരെയും അമാത്യന്മാരെയുമൊക്കെ ധനം കൊടുത്തും പ്രലോഭിച്ചും പുകഴ്ത്തിയുമൊക്കെ നമ്മുടെ പക്ഷത്തെത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിതാവ് പാണ്ഡവരെ വിടുന്ന അകറ്റി നിർത്തുന്നതിലേക്ക് വേണ്ടി ഒരു മാർഗം മാത്രം കണ്ടെത്തിയാൽ മതി എന്ന് പറയുകയും, ഇത് കേട്ടുകഴിഞ്ഞ ധൃതരാഷ്ട്രർ വീണ്ടും ദുര്യോധനോടായി പറഞ്ഞു, ഏ പുത്ര, നീ ഇപ്രകാരമൊക്കെ പറയുന്നുവെങ്കിലും പിതാമഹനായ ഭീഷ്മരും ദ്രോണരും കൃപരും വിതുരരുമൊക്കെ നിങ്ങൾക്കും അവർക്കും തുല്യമായതിനാൽ അവർ ഇതിനൊന്നും അനുവദിക്കും എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ദുര്യോധനൻ വീണ്ടും പിതാവിനോട് പറഞ്ഞു, പിതാമഹൻ ഒരു മധ്യവർത്തിയായി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ പിതാവേ. പിന്നെ ദ്രോണപുത്രനായ അശ്വത്ഥാത്മാവ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളിൽ ഒരുവനാണ്. അശ്വത്ഥാത്മാവ് ഞാൻ പറയുന്നത് അപ്പടി അനുസരിക്കും. ആത്മാവ് നിൽക്കുന്ന അതേ സ്ഥലത്തെ ദ്രോണരും നിൽക്കുകയുള്ളൂ. ദ്രോണരും പുത്രനും നിൽക്കുന്ന സ്ഥലത്ത് ഈ അദ്ദേഹവും, അതായത് ദ്രോണപുത്രൻ്റെ അമ്മാവനായ അദ്ദേഹവും നിന്നുകൊള്ളും. പിന്നെ നമ്മൾ ഭയക്കേണ്ടത് വിതുരരെയാണ്. വിതുരർ ഒരു കാരണവശാലും നമ്മുടെ പക്ഷത്ത് വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. വിതുരർക്ക് കൂടുതൽ സ്നേഹം പാണ്ഡവരോട് തന്നെയാണ് എന്നെനിക്കറിയാം. എന്നാലും കൃപരും ദ്രോണരും അശ്വത്ഥാത്മാവും ഒക്കെ നമ്മുടെ പക്ഷത്ത് നിൽക്കുകയും ഭീഷ്മർ നിഷ്പക്ഷനായി നിൽക്കുകയും ചെയ്താൽ വിതുരരുടെ പക്ഷപാതിത്വം നമുക്കൊരു രീതിയിലും ദോഷം സംഭവിക്കുകയില്ല. പ്രത്യക്ഷത്തിൽ ധനപരമായി നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന വിതുരർക്ക് നമ്മളെ പ്രത്യക്ഷത്തിൽ എതിർക്കാൻ കഴിയില്ല. പരോക്ഷമായ ഏതെങ്കിലും വിധത്തിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചാലും അത് നമ്മളെ സാരമായി ബാധിക്കുന്നതുമല്ല. ആ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം പിതാവേ. എത്രയും പെട്ടെന്ന് പാണ്ഡവരെ ഈ പ്രദേശത്ത് നിന്ന് അകറ്റുന്നതിലേക്ക് വേണ്ടി ഒരു ഉപായം കണ്ടെത്തുക, അതിന് അങ്ങ് കൂട്ടുനിൽക്കുക. ഉപായവും ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറയുകയും ചെയ്ത് അവിടെ നിന്ന് പോയ ദുര്യോധനൻ അവരുടെ അമാത്യന്മാരിൽ, അതായത് മന്ത്രിമാരിൽ ഏറ്റവും ദുര്യോധന പക്ഷത്ത് നിൽക്കുന്ന ഒരു മന്ത്രിയോട് പറഞ്ഞ് പാണ്ഡവരെ വാരണാവതത്തിലേക്ക് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിരിക്കുമെന്നും കസനപുരി രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗമായ വാരണാവതത്തിലെ ജനങ്ങൾ ഭരണകർത്താക്കളായ രാജകുമാരന്മാരെ കാണാൻ വളരെയധികം ആഗ്രഹിക്കുകയാണെന്നും ഇപ്പോൾ വാരണാവതത്തിൽ ഒരു ഉത്സവം നടക്കുകയാണെന്നും ഈ ഉത്സവ സമയത്ത് പാണ്ഡവർ അവിടെ എത്തി ഉത്സവങ്ങളിലും പങ്കെടുത്ത് അവിടുത്തെ പൗരപ്രമുഖരെയും ഒക്കെ കണ്ടാൽ അത് നമ്മുടെ രാജ്യ യശസ്സിന് കൂടുതൽ ഭംഗിയാവും എന്ന് ആ അമാത്യനെ കൊണ്ട് പാണ്ഡവരെ അറിയിപ്പിക്കുകയും പാണ്ഡവർക്ക് ഇത് ഒരുവിധം ശരിയാണ് എന്ന് തോന്നുകയും ധൃതരാഷ്ട്രരോട് ആലോചിച്ചപ്പോൾ അത് ധൃതരാഷ്ട്രർക്കും ഇഷ്ടമാണ് എന്നറിയിക്കുകയും ചെയ്തു. അങ്ങനെ പാണ്ഡവർ വാരണാവതത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു.
പാണ്ഡവർ വാരണാവതത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോൾ ദുര്യോധനനും കൂട്ടാളികൾക്കും വളരെയധികം സന്തോഷമുണ്ടായി. മാത്രവുമല്ല, ദുര്യോധൻ എത്രയും പെട്ടെന്ന് അവരുടെ അമാത്യന്മാരിൽ ഏറ്റവും വിശ്വസ്തനായി ദുര്യോധനോടൊപ്പം നിൽക്കുന്ന പുരോചനനെ വിളിച്ചു വരുത്തി. പുരോചന, ഇവിടെയുള്ള അമാത്യന്മാരിൽ എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തും ബന്ധുവുമാണ് താങ്കൾ. ഏതാനും നാളുകൾക്കകം ഈ രാഷ്ട്രം പൂർണ്ണമായും എൻ്റെ അധീനത്തിൽ വരാൻ പോവുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഗുണം താങ്കൾക്ക് ഉണ്ടാകും. ആയതിനാൽ താങ്കൾ ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായി ഒരു കാര്യം ചെയ്തു തരണം. അതിനെന്ത് പ്രഭു രാജകുമാര, അങ്ങ് അറിയിച്ചാൽ മതി, ഞാൻ അത് കൃത്യമായി നിർവഹിച്ചു കൊള്ളാം എന്ന് പറയുകയും, മറ്റൊന്നുമല്ല, പാണ്ഡവർ വാരണാവതത്തിലേക്ക് പോകാൻ പോവുകയാണ്. താങ്കൾ അവർ വാരണാവതത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ വാരണാവതത്തിലെത്തുകയും വാരണാവതത്തിൽ അവർക്ക് താമസിക്കുന്നതിലേക്ക് വേണ്ടി ഒരു കൊട്ടാരം എത്രയും പെട്ടെന്ന് പണി തീർക്കുകയും വേണം. ആ കൊട്ടാരം ഏത് നിമിഷവും തീയെരിയുന്നതിന് പ്രാപ്തമായ രീതിയിൽ അരക്കും മെഴുകും നെയ്യുമൊക്കെ ആവോളം ചേർത്തിരിക്കണം. എന്നാൽ ഇത് മറ്റാരും മനസ്സിലാക്കുകയും വരുത് എന്ന് പറയുകയും, ശരി പ്രഭു, ഞാൻ വേണ്ടുന്ന രീതിയിൽ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് പുരോചനൻ ആദ്യം വാരണാവതത്തിലേക്ക് യാത്രയായി. പാണ്ഡവർ വാരണാവതത്തിൽ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. അവർ വാരണാവതത്തിലേക്ക് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് താമസിക്കുന്നതിലേക്ക് വേണ്ടി പോവുകയാണ് എന്നറിഞ്ഞ് ഹസ്തിനപുരി നിവാസികളായ അനേകം ആൾക്കാർ അവരെ യാത്രയാക്കുന്നതിലേക്ക് വേണ്ടി എത്തുകയും കൊട്ടാര നിവാസികളും ഒക്കെ വന്ന് പാണ്ഡവരെ ഹസ്തിനപുരിയിൽ നിന്ന് വാരണാവതത്തിലേക്ക് യാത്ര പോകുന്ന കുറച്ച് ദൂരം അനുഗമിക്കുകയും, ആ യാത്രാസമയത്ത് ഹസ്തിനപുരിയിലെ പൗരപ്രമുഖരിൽ ചിലർ ഒരു രീതിയിലും ധൃതരാഷ്ട്രയെ കാണിക്കുന്നത് ശരിയായ കാര്യമല്ല, ഇത് പാണ്ഡവരെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന പ്രക്രിയയാണ് എന്ന് അവർ പരസ്പരം സംസാരിക്കുകയും, ഇതിനെ നമ്മൾ ഒരു രീതിയിലും അനുവദിക്കാൻ പാടില്ല, പ്രതിഷേധ സൂചകമായി നമ്മളും പാണ്ഡവരോടൊപ്പം വാരണാവതത്തിലേക്ക് പോകേണ്ടതാണ് എന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ അക്കാര്യത്തിൽ ഇടപെടുകയും, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കരുത്. നമ്മുടെ വലിയച്ഛൻ നമ്മളെ ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി പറഞ്ഞു വിടുന്നതായി എനിക്ക് തോന്നുന്നില്ല. നമ്മൾ തൽക്കാലം കുറച്ച് നാൾ അവിടെ താമസിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചു വരും. നിങ്ങളൊന്നുകൊണ്ടും ഭയക്കണ്ട, നിങ്ങൾ എന്നോടൊപ്പം നമ്മളോടൊപ്പം വരികയും വേണ്ട. നിങ്ങളുടെ ഈ സ്നേഹത്തിന് എന്നും നിങ്ങളോട് കടപ്പെട്ടവനായിരിക്കും നമ്മൾ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. പാണ്ഡവരെയും കുന്തിദേവിയെയും അനുഗമിക്കുകയായിരുന്ന ആൾക്കാർ തിരിച്ചു പോയതിനു ശേഷം അല്പസമയം കൂടെ അവിടെ നിന്ന വിതുരർ യുധിഷ്ഠിരനറിയാവുന്ന കാടഭാഷയിൽ ഏതാനും നിർദ്ദേശങ്ങൾ യുധിഷ്ഠിരന് കൊടുക്കുകയും അത് കേട്ട് തലകുലുക്കി എല്ലാം മനസ്സിലായി എന്ന് ആംഗ്യം കാണിക്കുകയും ചെയ്തതിന് ശേഷം വിതുരനും അവിടെ നിന്ന് കടന്നുപോയി. ഇത് കണ്ടു നിൽക്കുകയായിരുന്ന കുന്തിദേവി വിതുരൻ പോയതിനു ശേഷം യുധിഷ്ഠിരനോട് ചോദിച്ചു, പുത്ര, നിൻ്റെ ഇളയച്ഛൻ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ നിന്നോട് എന്താണ് പറഞ്ഞത് എന്ന്. ഇത് കേട്ട യുധിഷ്ഠിരൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, ഇളയച്ഛൻ പറഞ്ഞത് ആദ്യത്തെ കാര്യം, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് അഗ്നിബാധയുണ്ടാവാൻ സാധ്യതയുണ്ട്, അത് കരുതിയിരിക്കണം എന്ന്. രണ്ടാമത്, അതീവ രഹസ്യമായി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തയ്യാറാക്കണം എന്നത്. മൂന്നാമതായി, വീണ്ടും സത്യധർമ്മങ്ങൾ കൈവിടാതെ ജീവിച്ചാൽ വീണ്ടും തിരിച്ചു വരികയും നാട് വാഴുകയും ചെയ്യാം എന്നത്. അങ്ങനെ 3 കാര്യങ്ങളാണ് ഇളയച്ഛൻ എന്നെ അറിയിച്ചത് എന്ന് കുന്തിദേവിയോട് പറയുകയും അവർ വാരണാവതത്തിലേക്ക് യാത്ര പോവുകയും വാരണാവതത്തിലെത്തുകയും ചെയ്തു. വാരണാവതത്തിലെത്തിയ പാണ്ഡവർ വാരണാവതത്തിൽ പട്ടണത്തിൽ തന്നെ ഒരു ഗൃഹത്തിൽ താമസമാരംഭിക്കുകയും പാണ്ഡവർ വാരണാവതത്തിലെത്തിയ വിവരം അറിഞ്ഞ് വാരണാവത നിവാസികളെല്ലാം പാണ്ഡവരെ കാണുന്നതിനു വേണ്ടി
അവിടെ എത്തുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും പലവിധ കാഴ്ചകളും അവർക്ക് കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്തു. ഏതാനും നാളുകൾ, അതായത് 10 ദിവസത്തോളം വാരണാവതത്തിലെ ഉത്സവങ്ങളും കണ്ട് എല്ലാ ആൾക്കാരെയും കണ്ട് കുശലങ്ങൾ അന്വേഷിച്ച് സന്തോഷമായി കഴിഞ്ഞുപോയ പാണ്ഡവരുടെ മുന്നിൽ പുരോചനൻ എത്തുകയും, അല്ലയോ യുവരാജാവേ, രാജകൽപ്പന പ്രകാരം നിങ്ങൾക്ക് വാരണാവതത്തിൽ താമസിക്കുന്നതിലേക്ക് വേണ്ടി ഒരു കൊട്ടാരം ഞാൻ പണി കഴിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ നിങ്ങൾക്ക് ആ കൊട്ടാരത്തിലേക്ക് താമസം മാറ്റാം. അതിന് ശിവാലയം എന്ന് ഞാൻ പേര് നൽകിയിരിക്കുന്നു എന്ന് യുധിഷ്ഠിരനെ അറിയിക്കുകയും, യുധിഷ്ഠിരനും ഭീമനുമായി ആ വീടിൻ്റെ പണി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുന്നതിലേക്ക് വേണ്ടി, വീട് ചുറ്റിക്കാണുന്നതിലേക്ക് വേണ്ടി പോവുകയും, വീടെല്ലാം അകത്ത് കറങ്ങി നടന്ന് കണ്ട യുധിഷ്ഠിരൻ ഭീമനോടായി പറഞ്ഞു, ഹേ അനുജ, ഈ വീട് വളരെയധികം എത്രയും പെട്ടെന്ന് തീ എരിയത്തക്ക രീതിയിൽ അരക്ക്, മെഴുക്, നെയ്യ് എന്നിവ അമിതമായി ചേർത്താണ് ഈ വീട് പണി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗന്ധം എനിക്ക് കിട്ടുന്നുണ്ട്, നിനക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുകയും, ഇത് കേട്ടുകഴിഞ്ഞ ഭീമൻ, അങ്ങനെയാണെങ്കിൽ ജ്യേഷ്ഠ, നമുക്ക് ഈ വീട്ടിലേക്ക് താമസം മാറേണ്ടതില്ല, നമ്മൾ പട്ടണത്തിൽ ആ താമസിക്കുന്ന വീട്ടിൽ തന്നെ താമസിച്ചാൽ പോരെ എന്ന് ചോദിക്കുകയും, ഇല്ല അനുജ, അത് പാടില്ല, നമ്മൾ കരുതിയിരുന്നാൽ മാത്രം മതി, നമ്മളിത് മനസ്സിലാക്കിയ വിവരം അറിയരുത്, എന്താണ് അവരുടെ നീക്കമെന്ന് നമുക്കറിയണം, എന്തായാലും നമ്മളെ അങ്ങ് ചുട്ടുകരിച്ച് കളയാനായിരിക്കാം അവരുടെ ഉദ്ദേശം, അതുകൊണ്ടാണ് ഈ വിധത്തിലൊരു കൊട്ടാരം നമുക്ക് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വിലപ്പെട്ട ഗൃഹോപകരണങ്ങളെല്ലാം അവർ നിറച്ചിട്ടുണ്ട്, എന്തുകൊണ്ടും നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം എന്ന് പറയുകയും പാണ്ഡവർ അവിടത്തേക്ക് താമസം മാറ്റുകയും ചെയ്തു. പാണ്ഡവർ വാരണാവതത്തിലെ ആ കൊട്ടാരത്തിൽ, അതായത് അരക്കില്ലത്തിൽ താമസം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ അങ്ങ് ഹസ്തിനപുരി കൊട്ടാരത്തിൽ നിന്ന് വിതുരർ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞ് ഒരു തുരങ്ക നിർമ്മാണ വിദഗ്ധൻ അവിടെ എത്തുകയും, അദ്ദേഹം പറഞ്ഞ അടയാളവാക്യങ്ങളൊക്കെ കേട്ടപ്പോൾ പൂർണ്ണമായും വിശ്വസ്തനായ വ്യക്തിയാണ് എന്ന് ബോധ്യമായി അതീവ രഹസ്യമായി ഈ കൊട്ടാരത്തിൽ നിന്ന് വളരെ അകലെ സുരക്ഷിതമായി എത്തുന്നതിലേക്ക് വേണ്ടി ഒരു തുരങ്കം നിർമ്മിക്കാൻ യുധിഷ്ഠിരൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം ഉടൻ തന്നെ അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ വളരെ രഹസ്യമായി മാത്രമേ ഈ പണി നടത്താൻ നിവൃത്തിയുള്ളൂ. കാരണം പുരോചനൻ ഈ ശിവാലയത്തിനടുത്ത് ഒരു ഗൃഹത്തിൽ തന്നെയാണ് താമസം. അതായത് പാണ്ഡവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ചുമതല പുരോചനായതിനാൽ അദ്ദേഹം അടുത്ത് തന്നെ താമസിക്കുകയും നിത്യേന എന്നതുപോലെ ഈ കൊട്ടാരത്തിൽ വന്നു പോവുകയും ചെയ്തിരുന്നു. എങ്കിലും ആ പുരോചനൻ പോലും അറിയാതെ തുരങ്കത്തിൻ്റെ പുറം പണി തുടങ്ങി ആരും പുറത്തറിയാതെ അടപ്പിട്ട് അകത്തേക്ക് പണി തുടർന്നു പോവുകയും ഏതാനും മാസങ്ങൾ കൊണ്ട് തുരങ്കത്തിൻ്റെ പണി പൂർത്തിയാവുകയും ചെയ്തു. പാണ്ഡവർ ഈ സമയങ്ങളിൽ, പകൽ സമയങ്ങളിൽ പട്ടണങ്ങൾ കറങ്ങി നടക്കുകയും വനത്തിൽ പോയി വേട്ടയാടുകയും ഒക്കെ ചെയ്ത് ആൾക്കാരെയൊക്കെ കണ്ട് വളരെ ഉല്ലസിച്ച് മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഏതാണ്ട് 1 വർഷം പൂർത്തിയായി കഴിഞ്ഞു. പുരോചനൻ ഈ സമയത്ത് ആലോചനയായി, ഏതാണ്ട് 1 വർഷമായി, ഇനി ഈ കൊട്ടാരത്തിന് എത്രയും പെട്ടെന്ന് തീ കത്തിക്കണം എന്ന് പുരോചനൻ സ്വയം തീരുമാനിക്കുകയും ആ സമയത്ത് പാണ്ഡവർ നമ്മൾ 1 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുകയാണ്, ഇനി എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി ഇവിടുന്ന് രക്ഷപ്പെടേണ്ട സമയമായി എന്ന് അവരും ആലോചിച്ചു. അങ്ങനെ ആ ദിവസം അടുത്തു വന്നു. പ്രിയ സജ്ജനങ്ങളെ, ഞാൻ ഈ ഭാഗം ഇന്നിവിടെ നിർത്തുന്നു. അടുത്ത ഭാഗത്ത് പുരോചനൻ ഈ അരക്കില്ലത്തിന് തീ വയ്ക്കുന്നതും സുരക്ഷിതമായി ഈ കൊട്ടാരത്തിൽ നിന്ന് പാണ്ഡവർ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കാം. തുടർന്ന് മറ്റ് കഥകളും പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.